സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ പോലും നമുക്ക് എപ്പോഴും അലേർട്ടായിട്ട് എപ്പോഴും വളരെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടോ? പഠിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പകല് പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് വളരെ ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോകുന്ന പല കുട്ടികളുണ്ടായിരിക്കും. പലപ്പോഴും അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക വലിയ അടിയും വഴക്കും ശകാരങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഒന്ന് ഉറക്കത്തിലും മറ്റൊക്കെ ഒന്ന് തൊടുമ്പോൾ ഒരു ഞെട്ടി എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ അടിയെ പേടിച്ച് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഇവർ വളർന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പലപ്പോഴും ഇത്തരത്തിലുള്ള വിജിലൻ്റായിട്ട് ഇപ്പം അടി വരുമോ അല്ലെങ്കിൽ ഇപ്പം ശകാരം കേൾക്കുമോ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലായിരിക്കും പലപ്പോഴും പേടിച്ചിരിക്കേണ്ടായിരിക്കും. ഇതുണ്ടല്ലോ ഏകദേശം എപ്പോഴും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെ എപ്പോഴും പ്രിപ്പയർഡായി അല്ലെങ്കിൽ ഒരു കലച്ചു കേൾക്കുമ്പോഴേക്കും ഉണരാനായിട്ട് കണ്ണ് തുറക്കാനായിട്ട് ഒരു പ്രിപ്പറേഷനോട് കൂടി യുദ്ധമുഖത്തുള്ള പോലെ യുദ്ധമുഖത്തൊരു പട്ടാളക്കാരൻ ഇരിക്കുന്ന പോലത്തെ അത്രയും ശ്രദ്ധിച്ചിരിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇത്തരത്തിലുള്ള പേടിയും കാര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ തെറാപ്പിയിലൂടെയും മറ്റും ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ചെയ്തവരെ നമുക്കിന്ന് ചെയ്യാൻ സാധിക്കുക ശ്രമിക്കുക മാത്രമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുള്ളത് പലപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കാം. വളർന്ന് നിങ്ങൾ എത്രത്തോളം മെച്യൂറായി ജീവിതത്തിൽ പലതും നേടിയിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അവരുടെ അന്നത്തെ അറിവില്ലായ്മയെക്കുറിച്ച് ആ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് കുറേ വേദന ഉണ്ടെങ്കിലും ഇന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ക്ഷമിക്കാം. അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചു പോയതിന് നമുക്ക് ക്ഷമ കൊടുക്കാൻ സാധിക്കാം. ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയമെടുത്തേക്കാം ക്ഷമിക്കാനായിട്ട്. സോ ടേക്ക് യുവർ ടൈം ആൻഡ് ഗിവ് ഫോർഗിവ്നെസ് ടുവാർഡ്സ് ദം. ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ് രീതികളോ എക്സ്പീരിയൻസുകളോ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള വഴികൾക്കും രീതികൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കുന്നതായിരിക്കും.